ഒരു ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നതിൽ 3 പ്രോസസ്സിങ് നടക്കണം. ഒന്ന് തളിർക്കണം, പിന്നെ എന്ത് ചെയ്യണം? പൂക്കണം. ചില വ്യക്തികൾ തളിർക്കത്തേ ഉള്ളൂ, അതുപോലെ മുരടിച്ചങ്ങ് നിന്നു പോകും. പേര് ഫലവൃക്ഷത്തിൻ്റെ പേരാണെങ്കിലും ഫലമില്ലാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും അയ്യോ എവിടെ എന്തുകൊണ്ട് നട്ടാലും അത് കായ്ക്കുന്നില്ല, പൂക്കുന്നില്ല, അതൊരു ശാപമാണ്, എന്നാൽ ദൈവരാജ്യത്തിനകത്തൊരു വ്യക്തി കയറുമ്പോൾ ആ ശാപം മാറണം. ആ ശാപം മാറിയിട്ട് അവിടെ ഒരു കാലത്തും തളിർക്കത്തില്ലെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തളിർപ്പ് വരുന്നു. ഒരു കാലത്തും പൂക്കാത്തത് ഒരു പൂ വിടരുന്നു. ഒരു കാലത്തും കായ്ക്കാത്തത് ഒരു കായ് വിടർന്നു വരുന്നു. അതാണ് നിങ്ങൾ ആകുന്ന തോട്ടം. ക്രിസ്തീയ ജീവിതത്തെമാകുന്ന തോട്ടത്തിനകത്ത് ദൈവം നിങ്ങളെ തടമെടുത്ത് വളമിട്ട് നനച്ച്, ഹല്ലേലൂയ, ഈ ആത്മാവിലുള്ള ആരാധനകൾക്കകത്ത് വരുന്നത് ഇത് തടമെടുക്കുന്നതാണ്, ആരാധനയാണ്. വചനമെന്ന് പറയുന്ന തടമെടുപ്പാണ്, കുഴിയെടുപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് വെച്ച് നനവ്, ആത്മനിറവുള്ള ആരാധനയുടെ നടുവിൽ അഭിഷേകത്തിൻ്റെ നദി അങ്ങോട്ട് ശരീരങ്ങളിലൂടെ ഒഴുകുമ്പോൾ ആ വൃക്ഷത്തിന് ഒരു കാര്യം സംഭവിക്കും. അത് ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടിപ്പോകാത്തതായ ഒരു വൃക്ഷമായിരിക്കും.